Okay, students, continuing the class. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൗസ് റെന്റ് അലവൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഹൗസ് റെന്റ് അലവൻസിൽ നമുക്ക് 3 ക്രൈറ്റീരിയാസ് ആണ് ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ്ഡ് ആണ്. ഇവിടെ 9 months ആണ് പ്രീവിയസ് ഇയറിൽ ആകെ എംപ്ലോയി വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഹൗസ് റെന്റ് അലവൻസ് 4200 പെർ മന്ത് ആയിരുന്നു. അത് 9 monthsലേക്ക് എടുത്തു 37,800. Then second criteria എന്ന് പറയുന്നത് rent paid less 10% of salary for the relevant period. ഇവിടെ relevant period എന്ന് പറയുമ്പോൾ ആകെ എത്ര മാസം എടുക്കാൻ പറ്റുള്ളൂ? 9 months ആണ് എടുക്കാൻ പറ്റുള്ളൂ. സോ rent paid 3000 ആണ്, പെർ മന്ത് 3000 ആണ്. സോ for 9 monthsലേക്ക് എടുക്കുക. സോ 3000 into 9 27,000. Then 10% of salary എടുക്കുക. സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഹൗസ് റെന്റ് അലവൻസിൽ സാലറി എടുക്കണമെങ്കിൽ ബേസിക് സാലറി എടുക്കാം. ഡിയർനെസ് അലവൻസ് തന്നിട്ടുണ്ട്, ബട്ട് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യണം. ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ പ്രോബ്ലത്തിൽ നമുക്കത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ സാലറി മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ സാലറിയുടെ എമൗണ്ട് വരുന്നത് 1,89,000. സോ 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 18,900. സോ എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ലെസ് 10% ഓഫ് സാലറി ഈസ് rupees 8,100. ക്ലിയർ? നെക്സ്റ്റ് തേർഡ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഇവിടെ മെട്രോപൊളിറ്റൻ സിറ്റീസ് അല്ല, അതുകൊണ്ട് സാലറിയുടെ 2/5 പോർഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ സാലറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു. 1,89,000 ആണ്. അതിന്റെ 2/5 പോർഷൻ എന്ന് പറയുമ്പോൾ 75,600. ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? 8,100 ആണ്. സോ ഇത്രയും എമൗണ്ട് ആണ് ഈ എംപ്ലോയി റിസീവ് ചെയ്യുന്ന HRAയിൽ നിന്നും എക്സംഷൻ കിട്ടുന്നത്. Therefore, exempted amount is 8,100. Then taxable HRA is actual HRA minus exempted amount. Therefore, taxable HRA is 29,700. ക്ലിയർ? ഇതാണ് നമ്മുടെ HRAയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കാൽക്കുലേഷൻ ആണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 30,000 ആണ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനില് എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതൽ എമൗണ്ട് ആണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ 12% കൂടുതൽ വരുന്ന എമൗണ്ട് എംപ്ലോയിക്ക് ടാക്സബിൾ ആണ്. ഏത് ഹെഡില്? എംപ്ലോയിയുടെ ഇൻകം ഫ്രം സാലറിയില് ടാക്സബിൾ ആണ്. അപ്പൊ നമുക്കത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 30,000. എക്സംഷൻ കിട്ടുന്നത് എത്ര പെർസെന്റേജ് വരെയാണ്? 12% വരെയാണ്. കാരണം എന്താ? 12% കൂടുതലാണെങ്കിലാണ് ആ കൂടുതൽ എമൗണ്ട് ടാക്സബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ നോക്കേണ്ടത് ആ 12% ഓഫ് സാലറി എന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് നോക്കണം. സാലറി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് സാലറി എടുക്കാം. ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ആണെങ്കിൽ അത് എടുക്കാം. ഇവിടെ ഫോമിംഗ് പാർട്ട് അല്ല, അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടി വരും. സോ ബേസിക് സാലറി 1,89,000 എടുക്കുക. ദെൻ ആ 1,89,000ന്റെ 12% എത്രയാണെന്ന് നോക്കുക. വരുന്ന എമൗണ്ട് എത്രയാണ്? 22,680. ക്ലിയർ? അപ്പോ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയർ എന്ന് പറയുന്നത് 30,000 ആണ്. എംപ്ലോയിയുടെ സാലറിയുടെ 12% എന്ന് പറയുന്നത് എത്രയാണ്? 22,680 ആണ്. അപ്പൊ ഇത്രയും എമൗണ്ട് വരെ ആക്ച്വലി എന്ത് ചെയ്യാവുന്നതാണ്? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താലും എംപ്ലോയിക്ക് ടാക്സബിൾ അല്ല. ഓക്കെ, സോ ആ 12% ആയ ഈ 22,680യേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എംപ്ലോയിക്ക് സാലറിയിൽ ടാക്സബിൾ ആണ്. ഓക്കെ, സോ ആ എക്സസ് വരുന്ന എമൗണ്ട് 7,320.
ഇത് നമ്മൾ ടാക്സബിൾ പോർഷൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ആനുവൽ അക്രീഷൻ എന്ന പേരിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഈ ഒരു എക്സസ് വന്നിരിക്കുന്ന എമൗണ്ടിനെ ഇൻകം ഫ്രം സാലറി എന്നുള്ള ഒരു കാൽക്കുലേഷൻ വരുമ്പോൾ അതിൽ എഴുതേണ്ടത് ആനുവൽ അക്രീഷൻ എന്ന പേരിലാണ് എഴുതേണ്ടത്. എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഓഫ് എംപ്ലോയി ആസ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ക്ലിയർ? ഇനി ഇത്രയുമാണ് നമുക്ക് കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നത് ഈ ഒരു പ്രോബ്ലത്തില്. ഇനി നമുക്ക് ഈ എംപ്ലോയിയുടെ സാലറി ഇൻകം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സാലറി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി എന്ന് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ്, ദെൻ സെക്കൻഡ് കോളം റുപ്പീസ് എമൗണ്ട് കോളം കൊടുക്കുക. ദെൻ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ബേസിക് സാലറി ആണ് ഫോർ 9 months. 9 monthsലാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ 9 monthsൽ പ്രീവിയസ് ഇയറിൽ 9 months ഉള്ളത് കൊണ്ട് 9 monthsലേക്കുള്ളത് എടുത്തു. ദെൻ ഡിയർനെസ് അലവൻസും അതുപോലെ തന്നെ 9 monthsലേക്ക് എടുത്തു. ദെൻ ബോണസ് 4000 ആണ്. അത് പെർ മന്ത് അല്ല തന്നിരിക്കുന്നത്, ആ അത്രയും വർഷം വർക്ക് ചെയ്ത സമയത്ത് മൊത്തത്തിലുള്ള ബോണസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 4000 ഡയറക്റ്റ് എടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് പ്രൊജക്ട് അലവൻസ് ആണ്. പ്രൊജക്ട് അലവൻസ് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ആണ്. അത് നമ്മൾ തിയറി ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അലവൻസസിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഗ്രാറ്റുവിറ്റി ആണ്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി നമ്മൾ ഈ എംപ്ലോയി റിസീവ് ചെയ്തിരിക്കുന്നത് 5,10,000. ദെൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സംഷൻ ആയിട്ട് വന്നിരിക്കുന്നതും ഏത് എമൗണ്ട് തന്നെയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5,10,000 തന്നെയാണ്. ദെർഫോർ ഗ്രാറ്റുവിറ്റിയുടെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് നില്ലാണ്. ക്ലിയർ? ദെൻ അടുത്തത് വരുന്നത് ഹൗസ് റെന്റ് അലവൻസ് ആണ്. ആക്ച്വലി റിസീവ് ചെയ്തത് 37,800 ആയിരുന്നു. ആ ഒരു 9 monthsലേക്ക് റിസീവ് ചെയ്തത് 37,800. ദെൻ അതിൽ എക്സംഷൻ കിട്ടുന്നത് 8,100. ദെർഫോർ ടാക്സബിൾ പോർഷൻ ഓഫ് HRA എന്ന് പറയുന്നത് 29,700. ദെൻ പെൻഷൻ നമ്മൾ ടാക്സബിൾ പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 18,750 ആണ് വരുന്നത്. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുമ്പോൾ ഇതും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബട്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അതിലിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ് ചെയ്തത് 2,70,000. ദെൻ അതിൽ എക്സംഷൻ കിട്ടിയത്, ഇതെല്ലാം നമ്മൾ കാൽക്കുലേഷൻസ് നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അതിൽ എക്സംഷൻ കിട്ടുന്നത് 1,80,000. റിമൈനിങ് ടാക്സബിൾ പോർഷൻ 90,000. ഓക്കെ, ദെൻ അടുത്തത് ആനുവൽ അക്രീഷൻ ആണ് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞിരുന്നു. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടില് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതൽ ഉണ്ട് എങ്കിൽ ആ കൂടുതൽ വരുന്ന എമൗണ്ട് 12%നേക്കാൾ കൂടുതൽ വരുന്ന എമൗണ്ട് എംപ്ലോയിക്ക് ടാക്സബിൾ ആണ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറി. അത് നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ എഴുതേണ്ടത് ഏത് പേരിലായിരിക്കണം? ആനുവൽ അക്രീഷൻ. ഓക്കെ, സോ ഇത്രയുമാണ് ആ ഒരു എംപ്ലോയിയുടെ ഒരു സാലറി ഇൻകത്തിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലത്തില് ഈ എംപ്ലോയിയുടെ സാലറി ഇൻകത്തിൽ വരുന്ന ഐറ്റംസ് ഇത്രയുമാണ് വരുന്നത്. ഇതെല്ലാ എമൗണ്ടുകളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗ്രോസ് സാലറി കിട്ടും. That is 3,86,770. ക്ലിയർ? ഇനി ഇത് ഗ്രോസ് സാലറി ആണ്. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ ഡിഡക്റ്റിംഗ് അണ്ടർ സെക്ഷൻ 16 എന്ന് പറയുന്ന സെക്ഷനിൽ 3 ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ഇത് നമ്മൾ തിയറി ബിഗിനിങ്ങിൽ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ടാക്സ്, ദെൻ എന്റർടൈൻമെന്റ് അലവൻസ്. അതില് ബൈ ഡിഫോൾട്ട് നമ്മൾ ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെക്ഷൻ 16 ക്ലോസ് 1A അനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത് 50,000 റുപ്പീസ് ആണ്. ഈ അസസ്മെന്റ് ഇയർ 2020-21 മുതൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. സോ അത് ഡിഡക്ഷൻ എന്ന പേരിൽ എഴുതി അണ്ടർ സെക്ഷൻ 16 എന്ന് എഴുതിയാലും മതി. ദെൻ ആ 50,000 കൂടി ഡിഡക്ട് ചെയ്താൽ റിമൈനിങ് വരുന്ന 3,36,770 ആണ് നമ്മുടെ ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ
ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ?